ഈ ലോക ജീവിതത്തിൽ നാം മനുഷ്യർ ആർജിക്കുന്ന നിഷ്ക്രിയ അറിവിനേക്കാൾ എന്നും ലഭ്യമായ അറിവിൻ്റെ പ്രായോഗിക തലങ്ങൾക്ക് തന്നെയാണ് പ്രാധാന്യം. അറിവും നന്മയുമുണ്ടെന്ന് സമൂഹം മാനിക്കുന്നവരുടെ കുറ്റകരമായ നിശബ്ദതയാണ് പലപ്പോഴും തിന്മയുടെ ശബ്ദ മലിനീകരണത്തേക്കാൾ ഭയാനകം. ഈ കൂട്ടരുടെ വിചിന്തനങ്ങളും വിശകലനവും ഒക്കെ സമൂഹത്തെ മെച്ചപ്പെടുത്താൻ ഉതകുന്നില്ല എങ്കിൽ പിന്നെ ബുദ്ധിജീവി പണ്ഡിത സദസ്സുകൾ കൊണ്ട് ആർക്ക് എന്തു പ്രയോജനം? ഇവിടെ നാം ആർജിക്കുന്ന ഓരോ അറിവും സ്വയം മെച്ചപ്പെടുത്താനോ മറ്റാർക്കെങ്കിലും മാർഗദർശനമാകാനോ പ്രയോജനപ്പെടുന്നില്ല എങ്കിൽ എന്തിനു വേണ്ടിയായിരുന്നു അറിവുകൾ നേടാൻ വർഷങ്ങൾ വൃഥാ ചെലവിട്ടത്? വ്യക്തികളുടെ ഈശ്വര വിശ്വാസം അവനിലെയും അപരനിലെയും ഈശ്വരനെ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ പ്രാപ്തമാകുന്നില്ല എങ്കിൽ പിന്നെന്തിനാണ് ധ്യാനവും കഠിന തപസ്സും യജ്ഞങ്ങളും ഒക്കെ? ദൈവത്തെ മനസ്സിലാക്കാൻ എളുപ്പം പ്രകൃതിയെ തിരിച്ചറിയുകയും മാനിക്കുകയും തന്നെയാണ്. മനസ്സാക്ഷി നന്നായതുകൊണ്ടോ ഉദ്ദേശശുദ്ധി ഉണ്ടായതുകൊണ്ടോ മാത്രം ഈശ്വര സാക്ഷാത്കാരം ആർക്കും സാധ്യമാവില്ല. വിജ്ഞാനത്തിനൊപ്പം അപരസ്നേഹവും ഉണ്ടായിരിക്കണം.